population growth, population explosion and associated issues എന്ന് പറഞ്ഞ ഒരു യൂണിറ്റ് ആട്ടോ നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ആകെ രണ്ട് ടോപ്പിക്കുമായിട്ട് എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ രണ്ട് ടോപ്പിക്കുകളെ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഒന്ന് എന്താണ് പോപ്പുലേഷൻ ഗ്രോത്തും മറ്റൊന്ന് പോപ്പുലേഷൻ എക്സ്പ്ലോഷനും അല്ലേ. ഓക്കെ, സോ ഈ രണ്ട് ടോപ്പിക്കും അതേപോലെ തന്നെ ഈ രണ്ട് ടോപ്പിക്കിനോട് അനുബന്ധിച്ച് വരുന്ന കുറച്ച് പ്രശ്നങ്ങളും കൂടിയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ആദ്യം നോക്കാം പോപ്പുലേഷൻ ഗ്രോത്ത് അല്ലേ. അറിയാം, ജനസംഖ്യാ വർധനവ്, പോപ്പുലേഷൻ ഗ്രോത്ത്. ഓക്കെ, നോക്കാം. ഈ പോപ്പുലേഷൻ ഗ്രോത്ത് നമുക്കറിയാം, ഓവർ പോപ്പുലേഷൻ സംഭവിച്ചാൽ, ഓവർ പോപ്പുലേഷൻ ആയാൽ നമ്മുടെ ഇവിടെ അതായത് നമ്മുടെ എൻവയോൺമെന്റിൽ എത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അഥവാ നമ്മുടെ സൊസൈറ്റിയിൽ സംഭവിക്കുക എന്നതാണ് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്. നോക്കാം, ജനസംഖ്യാ വർധനവ് മൂലം ആദ്യം തന്നെ വരുന്ന പ്രശ്നം എന്താ, ഡെപ്ലീഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് അല്ലെ. നാച്ചുറൽ റിസോഴ്സസ് എന്താവും, ആർക്കും തികയാതെ ആകും അല്ലെ, ഒന്നിനൊന്നും ഇല്ലാതെ ആകും. രണ്ടാമത് നോക്കാം, ഡീഗ്രേഡേഷൻ ഓഫ് എൻവയോൺമെന്റ്. ഓക്കെ, അതായത് ഡീഗ്രേഡേഷൻ ഓഫ് എൻവയോൺമെന്റ്. മൂന്നാമത് നോക്കാം, റൈസ് ഇൻ അൺഎംപ്ലോയ്മെന്റ് അല്ലെ, തൊഴിലില്ലായ്മ. വളരെ വലിയൊരു പ്രശ്നമല്ലേ അത്. അതെ, അപ്പോ പോപ്പുലേഷൻ ജനസംഖ്യ വർദ്ധിക്കുന്നതോടുകൂടി തന്നെ എന്തും ഇവിടെ സംഭവിക്കും, തൊഴിലില്ലായ്മയും കൂടി വരും അല്ലെ. ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടാതാവും അല്ലെ. അത് പിന്നീട് വലിയൊരു ഒരു സൊസൈറ്റിയുടെ ഒരു സമൂഹത്തിന്റെ തന്നെ വലിയൊരു പ്രശ്നമായി മാറും അല്ലെ. അത് എക്കണോമിക്കലി അത് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യും അല്ലെ. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം, നാലാമത്തെ നോക്കാം, കോൺഫ്ലിക്റ്റ് ആൻഡ് വാർ അല്ലെ. എന്താണ് കോൺഫ്ലിക്റ്റ് ആൻഡ് വാർ? എങ്ങനെയാണ് ഇപ്പൊ ഈ പോപ്പുലേഷൻ കൂടുമ്പോൾ ഈ വാർ യുദ്ധത്തിനൊക്കെ കാരണമാകുന്നത് ചോദിച്ചാൽ നോക്കാം, ഓവർ പോപ്പുലേഷൻ എന്തിന് കാരണമാകും, ഓരോ രാജ്യങ്ങൾക്കും ഒരുപാട് സ്ട്രെയിൻ ലഭിക്കും. അതായത് ഡെവലപ്മെന്റ് ഇന്നും കൂട്ടാനുള്ള ഒരുപാട് സ്ട്രെയിൻ കൺട്രി ആ രാജ്യം അതത് രാജ്യം എടുക്കാൻ നിർബന്ധിതയാവുക ചെയ്യുന്നത്. അപ്പൊ അതിനെ തുടർന്ന് കൊണ്ടുവരുന്ന പ്രശ്നങ്ങളാണ് ഈ കോൺഫ്ലിക്റ്റുകളും യുദ്ധങ്ങളും ഈ വാക്ക് തർക്കങ്ങളും യുദ്ധങ്ങളും എല്ലാം. മനസ്സിലായല്ലോ. മറ്റൊന്നാണ് ഹൈ കോസ്റ്റ് ഓഫ് ലിവിങ്. അറിയാലോ അല്ലെ, പോപ്പുലേഷൻ കൂടുന്നോറും എന്താ നമ്മുടെ ഓരോ സാധനത്തിന്റെ ഡിമാൻഡ് കൂടും അല്ലെ. ഡിമാൻഡ് കൂടും. അപ്പൊ ഡിമാൻഡ് കൂടുമ്പോ നമ്മുടെ ഒരു ജീവിത രീതി എന്തായി മാറും, ഹൈ കോസ്റ്റ് ഓഫ് ലിവിങ് ആയിട്ട് മാറും. മനസ്സിലായല്ലോ. ഇനി മറ്റൊരു പ്രശ്നമാണ് ഓവർ പോപ്പുലേഷന്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് എന്ത്, മാൽന്യൂട്രീഷൻ, സ്റ്റാർവേഷൻ ആൻഡ് ഫെമൈൻ. എന്താണ് ഈ മാൽന്യൂട്രീഷൻ? പോഷകാഹാരക്കുറവ്. സ്റ്റാർവേഷൻ എന്താ, പട്ടിണി അല്ലെ. അതുപോലെ ഫെമൈൻ എന്താ, ക്ഷാമം. പോഷകാഹാരക്കുറവും പട്ടിണിയും ക്ഷാമവും എല്ലാം തന്നെ ആ സൊസൈറ്റി അല്ലെങ്കിൽ ആ ഒരു കൺട്രി നേരിടേണ്ടി വരുന്നു. വലിയൊരു സങ്കടം അല്ലെ. അതേപോലെ തന്നെ മറ്റൊരു പോയിന്റ് ആണ് പാൻഡമിക്സ് ആൻഡ് എപ്പിഡമിക്സ്. എന്താണ് ഇവിടെ പാൻഡമിക്സ് എപ്പിഡമിക്സ് എന്നൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, പോവർട്ടി ആണ് അല്ലെ. ദാരിദ്ര്യം, പട്ടിണി, ഇതൊക്കെ തന്നെയാണ് ഇവിടെ ഈ പാൻഡമിക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. ഇപ്പോൾ തന്നെ നിലവിൽ നമ്മുടെ ഇന്ത്യയെ എടുത്ത് നോക്കുകയാണെങ്കിൽ നിലവിൽ നമ്മുടെ രാജ്യത്ത് എന്താ പട്ടിണികൾ ഉണ്ട്. ഇപ്പോഴും പട്ടിണി അല്ലെങ്കിൽ പോവർട്ടി, ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് നമ്മുടെ ഈ രാജ്യത്ത് തന്നെ. ഇതിലും കൂടുതൽ പോപ്പുലേഷൻ കൂടി വന്നാൽ തീർച്ചയായിട്ടും അത് വലിയൊരു വിപത്തിലോട്ടാണ് നമ്മുടെ സമൂഹം പോവുക, നമ്മുടെ രാജ്യം പോവുക. ഓക്കെ, സോ ഇനി അടുത്ത നോക്കാം, വാട്ടർ ഷോർട്ടേജ് അല്ലെ. വെള്ളത്തിന് ക്ഷാമം സംഭവിക്കും. മറ്റൊന്നാണ് ഫാസ്റ്റർ ക്ലൈമറ്റ് ചേഞ്ച്. അതായത് എങ്ങനെയാണ് ഈ ഓവർ പോപ്പുലേഷൻ ഈ ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമാകുന്നത്? അതായത് നമുക്ക് നോക്കാം,
പോപ്പുലേഷൻ കൂടുന്തോറും എന്താണ് ഇൻഡസ്ട്രികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായല്ലോ? ആൾക്കാരുടെ ആവശ്യത്തിനനുസരിച്ച് ഒരുപാട് ഇൻഡസ്ട്രികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇൻഡസ്ട്രികൾ വർദ്ധിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം നമ്മുടെ പല എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഒരുപാട് ഉണ്ടാവും. അതിനോടനുബന്ധിച്ച് നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചും പെട്ടെന്ന് ക്ലൈമറ്റുകൾ ചേഞ്ച് ആയി പോകും. മനസ്സിലായല്ലോ? ഇതിന്റെ കൂടെ തന്നെ ഇൻക്രീസ് ഇന്റൻസീവ് ഫാർമിംഗ്, ആൾക്കാർക്കൊന്നും തികയാണ്ട് വരും. അപ്പോൾ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങും? ഇന്റൻസീവ് ഫാർമിംഗ് അങ്ങോട്ട് തുടങ്ങും. മനസ്സിലായല്ലോ? സോ ഇത്രയും പ്രശ്നങ്ങളാണ് പോപ്പുലേഷൻ കൂടിയാലുള്ള പ്രശ്നങ്ങൾ. മനസ്സിലായി? ഇത്രയും അഡ്വേഴ്സ് അഥവാ നെഗറ്റീവ് എഫക്റ്റുകളൊക്കെയാണ് ഈ പോപ്പുലേഷൻ കൂടുന്തോറും നമുക്ക് സംഭവിക്കാറ്. അല്ലെ? ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഡെപ്ലീഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, ഡിഗ്രേഡേഷൻ ഓഫ് എൻവയോൺമെന്റ്, മൂന്നാമത്തെ റൈസ് ഇൻ അൺഎംപ്ലോയ്മെന്റ്, അല്ലെ? തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു. കോൺഫ്ലിക്റ്റ് ആൻഡ് വാർ, അല്ലെ? പിന്നീട് രാജ്യം അങ്ങോട്ട് എന്തിനു വഴിയൊരുക്കും? വാക്കുതർക്കങ്ങൾക്കും യുദ്ധങ്ങൾക്കും വഴിയൊരുക്കും. ഹൈ കോസ്റ്റ് ഓഫ് ലിവിംഗ്, അല്ലെ? പോപ്പുലേഷൻ കൂടുന്തോറും ഓരോ സാധനങ്ങളുടെ ഡിമാൻഡ് കൂടും. അത്തരത്തിൽ എന്താവും? ഹൈ കോസ്റ്റ് ആയിരിക്കും, ഹൈ കോസ്റ്റ് ഓഫ് ലിവിംഗ്. മറ്റൊന്ന് നോക്കാം, പോഷകാഹാരക്കുറവ്, സ്റ്റാർവേഷൻ, പട്ടിണി, ഫെമൈൻ, ക്ഷാമം, അതൊക്കെ നേരിടേണ്ടി വരും. രാജ്യം ഒന്നടങ്കം ഇതൊക്കെ നേരിടേണ്ടി വരും. പിന്നെ ഈ കാര്യങ്ങളൊക്കെ പാൻഡമിക്സിന് വഴിയൊരുക്കും. അതായത് ദാരിദ്ര്യം, അല്ലെ? ഇപ്പൊ പോവർട്ടി പോലുള്ള പല പാൻഡമിക്സിനും വഴിയൊരുക്കുന്നു. വാട്ടർ ഷോർട്ടേജ്, അല്ലെ? കുടിവെള്ളക്ഷാമം വളരെ രൂക്ഷമായി തന്നെ അത് അനുഭവിക്കേണ്ടി വരും. ഫാസ്റ്റർ ക്ലൈമറ്റ് ചേഞ്ച്, അല്ലെ? ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ എന്തിനു ഈ പോപ്പുലേഷൻ കൂടുന്തോറും ഇൻഡസ്ട്രികൾ വളർന്നുകൊണ്ടിരിക്കും. അതൊക്കെ എൻവയോൺമെന്റിനെ, പരിസ്ഥിതിയെ ഭയങ്കര നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യും. അതോടനുബന്ധിച്ച് ക്ലൈമറ്റ് വളരെ പെട്ടെന്ന് തന്നെ ചേഞ്ച് ആകും. മറ്റൊന്നാണ് ഇൻക്രീസ് ഇന്റൻസീവ് ഫാമിംഗ്, അല്ലെ? ഫാമിംഗ് ഇൻക്രീസ് ആവും. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഓവർ പോപ്പുലേഷനോടനുബന്ധിച്ച് നമുക്ക് വരാനുള്ള നെഗറ്റീവ് എഫക്റ്റ്. ഇനി നോക്കാം പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. ഏതാണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ? എന്താണ്? ജനസംഖ്യാ വിസ്ഫോടനം എന്നാണ് നമ്മൾ പറയാ. എന്താണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ? ജനസംഖ്യാ വിസ്ഫോടനം. നമുക്ക് നോക്കാം, ഈ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത് എൻവയോൺമെന്റിനെ, നമ്മുടെ പരിസ്ഥിതിയെ വളരെ രൂക്ഷമായി തന്നെ ബാധിക്കുന്ന ഒന്നാണ്. എന്നാൽ പരിസ്ഥിതിയെ മാത്രമല്ല നമ്മുടെ സമൂഹത്തെ കൂടി നെഗറ്റീവായ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഒന്നാണ് ഏത്? പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഏതൊക്കെ രീതിക്കാണ് നെഗറ്റീവ് ഇമ്പാക്ട്സുകൾ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത് നോക്കാം, പ്രോബ്ലം ഓഫ് ഇൻവെസ്റ്റ്മെന്റ് റിക്വയർമെന്റ്സ്. മനസ്സിലായല്ലോ? ഓക്കെ, അതായത് ഇന്ത്യയിലെ ജനസംഖ്യാ വർധനവ് എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ 1.8% ആണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായല്ലോ? സോ ഇത്രയും ഇത് ഇങ്ങനെ അച്ചീവ് ആകുമ്പോൾ ഈ ഒരു ജനസംഖ്യാ വർധനവിന്റെ ഒപ്പം നമ്മുടെ എന്തുണ്ടാക്കണം? നമ്മുടെ ഇൻവെസ്റ്റ്മെന്റും അഥവാ ക്യാപിറ്റൽ ഇൻകവും ആവശ്യമാണ്. അതിനുവേണ്ടി ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ആവശ്യമാണ്. ഈ ഒരു കാര്യം നമ്മുടെ രാജ്യത്തിനെ എന്തിലോട്ട് നയിക്കും? എക്കോണമിക്, ഫൈനാൻഷ്യൽ പ്രോബ്ലത്തിലോട്ട് നമ്മുടെ രാജ്യത്തിനെ നയിക്കുന്നു. രണ്ടാമത് നോക്കാം, പ്രോബ്ലം ഓഫ് ക്യാപിറ്റൽ ഫോർമേഷൻ, അല്ലെ? എപ്പോഴും എന്താണ് ഈ ക്യാപിറ്റൽ, ഈ ഇത്തരത്തിൽ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ വന്നു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ഫോർമേഷൻ എന്താവും? ഫോൾസ്. അതെന്താവും? അത് തകർന്നടിയും എന്നാണ് പറയുന്നത്. നോക്കാം. പിന്നെ എഫക്ട്സ് ഓൺ പെർ ക്യാപിറ്റ ഇൻകം, അല്ലെ? ഇത് തീർച്ചയായിട്ടും പെർ ക്യാപിറ്റ ഇൻകത്തിനെ കൂടി ബാധിക്കുന്നുണ്ട്. എഫക്ട് ഓൺ ഫുഡ് പ്രോബ്ലംസ്, അല്ലെ? അതായത് ഭക്ഷണം മുഖേന വരുന്ന ഒരുപാട് പ്രശ്നങ്ങളും നമുക്ക് നേരിടേണ്ടി വരും. മാത്രമല്ല പ്രോബ്ലം ഓഫ് അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ കൂടി നമ്മൾ നേരിടേണ്ടി വരുന്നതാണ്. മാത്രമല്ല ലോ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്, നമ്മുടെ ജീവിതം അല്ലെങ്കിൽ ജീവിത ശൈലി എന്തായി മാറും? ലോ സ്റ്റാൻഡേർഡ് ആയിട്ട് മാറും. മനസ്സിലാവും? അതായത് റിസോഴ്സസ് ഒന്നും ആർക്കും എവിടെയും തികയുന്നില്ല. അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തും. മറ്റൊന്നാണ് പോവർട്ടി, ദാരിദ്ര്യം വളരെ രൂക്ഷമായി തന്നെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. മനസ്സിലായല്ലോ? അതേപോലെ തന്നെ ഒരുപാട് സോഷ്യൽ പ്രോബ്ലംസും ഇതിനോടനുബന്ധിച്ച് തന്നെ വരുന്നതാണ്. മാത്രമല്ല മോർ പ്രഷർ ഓൺ ലാൻഡ്, അല്ലെ? ഇത്തരത്തിൽ അത് വലിയൊരു പ്രശ്നമാണല്ലേ. പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ നടന്നു കഴിഞ്ഞാൽ ലാൻഡിന് താങ്ങാൻ പറ്റുന്നത് മോർ പ്രഷർ ടു ലാൻഡ്, ജനങ്ങളൊക്കെ തിങ്ങി പാർക്കുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും. മാത്രമല്ല പ്രഷർ ഓൺ എൻവയോൺമെന്റ്, അതാണ് ഞാൻ പറഞ്ഞത്. ജനങ്ങൾ തിങ്ങി പാർക്കുമ്പോൾ അത്രയും പ്രശ്നങ്ങൾ പരിസ്ഥിതി നേരിടേണ്ടി വരും.
ഇത്രയും പ്രശ്നങ്ങളാണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ മുഖേന നമുക്ക് നേരിടേണ്ടി വരുന്ന കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, സോ ഈ ഒരു രണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ അഡ്വേഴ്സ് എഫക്റ്റ്, നെഗറ്റീവ് എഫക്റ്റുകൾ മാത്രമേ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കുന്നുള്ളൂ. ഓക്കെ, അതായത് ഒന്നുമില്ല, സിമ്പിൾ ആണ്. നമ്മൾ പോപ്പുലേഷൻ ഗ്രോത്തിന്റെയും പോപ്പുലേഷൻ എക്സ്പ്ലോഷന്റെയും ദൂഷ്യഫലങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ആകെ പഠിക്കുന്നുള്ളൂ. തീർച്ചയായിട്ടും ഇത് രണ്ടും നിങ്ങൾ നിർബന്ധമായിട്ട് തന്നെ പഠിക്കാനുള്ളതാണ്. 6 മാർക്കിനൊക്കെ 5 മാർക്ക് 6 മാർക്കിനൊക്കെ തീർച്ചയായിട്ടും ചോദിക്കുന്ന ഒന്നാണ്. ഉറപ്പായിട്ടും ഷുവർ ക്വസ്റ്റ്യൻ ആണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും പഠിച്ചു വെക്കുക. ഏകദേശം രണ്ടും ഒരേ പാത്തിലോട്ടാണ് ഈ രണ്ടിന്റെയും ഇമ്പാക്റ്റുകൾ എന്ന് പറയുന്നത് കേട്ടോ. സോ അതിനനുസരിച്ച് പഠിക്കുക. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത ഒരു യൂണിറ്റിൽ കാണാം. ഓക്കെ, സോ അതുവരെയും ബൈ ആൻഡ് താങ്ക് യു.